വെൽക്കം ടു ബാദൂസ് മീഡിയ. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു എരുന്ത് കറിയാണ് കേട്ടോ. എരുന്ത് കറിയിലേക്ക് ഞാൻ എരുന്ത് നേരത്തെ തന്നെ ഉപ്പിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, കുക്കറിലിട്ടിട്ട്. ഇനി അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയിട്ട് നമുക്കൊന്ന് വറുത്തരക്കാം. തേങ്ങ വറുത്തരച്ച് എരുന്ത് കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആ ഒരു മുറി തേങ്ങ ചിരകിയിരുന്നു, അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. ഈ ഒരു തേങ്ങയിലേക്ക് നമുക്ക് 3-4 കൊച്ചുള്ളി എടുക്കാം, 2 വെളുത്തുള്ളി എടുക്കാം, കുറച്ച് കറിവേപ്പില എടുക്കാം, കുറച്ച് ഒരു നുള്ളി പെരിഞ്ചീരകം എടുക്കാം കേട്ടോ. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും എടുക്കട്ടോ. അതായത് ഈ സ്പൂണിൻ്റെ കാ സ്പൂണൊന്നുമില്ല, അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വറുത്തെടുക്കട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ, ഇതൊന്ന് വറവ് പാകമായി കിട്ടാനും വേണ്ടിയിട്ടാണ്. ഓയിൽ ഒഴിക്കുന്നവർ ഒഴിച്ചാൽ മതി, ചിലർ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കും, അതിനൊന്നും കുഴപ്പമില്ല. എങ്ങനെയായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും ഒക്കെ എന്തെങ്കിലും ഒരു എണ്ണ ഉപയോഗിക്കുന്നത്, അതായത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു മീഡിയം തീയിലിട്ടിട്ട് നന്നായി ഒന്ന് തേങ്ങ വറുത്തെടുക്കട്ടോ. തേങ്ങ വറുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചെറിയ പീസുകളൊക്കെ ഉണ്ടാവും, അത് കരിയാതെ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ തേങ്ങ ഇവിടെ ഈ ഒരു വേവായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തേങ്ങ നമുക്ക് അരക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതേ രൂപത്തിൽ മതി. ചിക്കൻ കറിയിലേക്കൊക്കെ നമ്മൾ എങ്ങനെയാണോ അരക്കുന്നത് ആ രൂപത്തിൽ മതി കേട്ടോ. അങ്ങനെ നമ്മളെ തേങ്ങ ഇവിടെ നമുക്ക് ആവശ്യമുള്ള വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് അരച്ചെടുക്കട്ടോ. അടുത്തതായിട്ട് ആ ഒരു കടായി പാത്രം തന്നെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കറി വെക്കുന്ന എരുന്ത് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കഴുകുമ്പോൾ നല്ല സൂക്ഷിച്ച് കഴുകണം, നല്ല പൂയി ഉണ്ടാവും, നന്നാക്കി കഴുകിയെടുക്കണം കേട്ടോ. എങ്ങനെ കഴുകിയാലും പൂയി ഉണ്ടാവും, ശ്രദ്ധിക്കണേ. അങ്ങനെ കടായി പാത്രം ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനൊരു വലിയുള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഒതുക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ കടായി പാത്രം ആ വെളിച്ചെണ്ണയും ഒക്കെ ചൂടായതിൻ്റെ ശേഷം അതെല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തേങ്ങ അരക്കാനുള്ള കറിയാണല്ലോ, അതുകൊണ്ട് നന്നായി വാടാനൊന്നും നിൽക്കണമെന്നില്ല. വാടിയെന്ന് വിചാരിച്ച് കുഴപ്പമില്ല കേട്ടോ, നിങ്ങളെ സമയത്തിനനുസരിച്ചൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരട്ടെ, അതുവരേക്കും നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് നന്നായി വാടി വരുമ്പോഴേക്കും നമുക്ക് മാറ്റി വെച്ച തേങ്ങ അരച്ചെടുക്കട്ടോ. ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആവണം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വെന്തതിന് ശേഷം വല്ലാതെ അങ്ങോട്ട് ആവണമെന്നില്ല കേട്ടോ. അതൊക്കെ അതിന് ശേഷം നമുക്ക് എടുത്തു വെച്ച എരുന്തും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ തക്കാളി നന്നായി വാടിയതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർക്കണേ. നമ്മളൊരു ചിക്കൻ കറി എങ്ങനെയാണോ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതും തയ്യാറാക്കുന്നത്. പക്ഷേ ചിക്കൻ കറിക്കുള്ള ടേസ്റ്റാണ്, എരുന്ത് കറിക്കുള്ള ടേസ്റ്റാണ്. പക്ഷേ എരുന്ത് കടുക്ക ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇതിങ്ങനെ തയ്യാറാക്കാം. എൻ്റെ വലിയ മോള് ഇവിടെ ഇങ്ങനത്തെ ഇതൊന്നും കടുക്ക, എരുന്ത് ഇതൊന്നും കഴിക്കൂല കേട്ടോ. രണ്ടാമത്തെ മോളും മൂന്നാമത്തെ മോളും കഴിക്കും, അവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടു.
അങ്ങനെ ഞാൻ ഇതിലേക്ക് ഇതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവൊക്കെ പാകത്തിന് ഇട്ടാൽ മതി, എരിവ് കൂടരുത്. ഇത് കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം ഇട്ടത്. അങ്ങനെ നമ്മൾ മസാലകളൊക്കെ റെഡി ആയിട്ടുണ്ട്. എരിവും പുളിയും ഒക്കെ പാകം നോക്കിയതിന് ശേഷം ഞാനിതാ തിളപ്പിച്ച് വെച്ച എരിന്തിൽ നിന്നും ഞാൻ അതിൻ്റെ വെള്ളം ലേശത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ഒന്ന് അടി പിടിക്കാതിരിക്കാനും തുള്ളി വെള്ളം വേറെ പച്ചവെള്ളം ഒഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതാ എടുത്ത് വെച്ച എരിന്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ എരിന്ത് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, വേറെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഇത്ര മതി. അങ്ങനെ ഇതാ ഇത് നന്നായി ഒന്ന് തിളച്ച് ഒന്ന് സെറ്റായി വരട്ടെ. അതുവരേക്കും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട കേട്ടോ. എൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് നല്ല നല്ല വീഡിയോസുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി എന്നെ സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഞാൻ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എരിന്തൊക്കെ ഇവിടെ ഇതാ തിളച്ച് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഇതിൻ്റെ സ്മെല്ല് സഹിക്കാൻ കഴിയുന്നില്ല, അത്രക്കും ടേസ്റ്റാണ്. ഇത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഭയങ്കര ടേസ്റ്റാണ്. കടുക്ക, എരിന്ത്, മാന്തൾ, പിന്നെ അതുപോലെ തന്നെ ഞണ്ട്, ചെമ്മി ഇതൊക്കെ ഒരേ ഗണത്തിൽപ്പെടുന്ന മീനുകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി അറിയില്ല, ഇവിടെ മറ്റുള്ള മീനുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ചെമ്മി, മാന്തൾ, എരുന്ത്, കടുക്ക ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന മക്കളാണ്. അപ്പം നമ്മളെ തേങ്ങ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നാക്കി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. പിന്നെ വാട്ടി ഒക്കെ വെച്ചത് കൊണ്ട് തന്നെ ഞാൻ ഇത് പിന്നെ തൂമിച്ചെടുക്കുന്നില്ല കേട്ടോ. അതായത് താളിച്ചൊഴിച്ച് കൊടുക്കുന്നില്ല, കണ്ടമാന എണ്ണ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. താളിച്ചൊഴിച്ച് കൊടുക്കുന്നവർക്ക് ഒഴിച്ച് കൊടുക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പോരായുള്ള വെള്ളം കൂടി ഞാൻ ആ മിക്സി ഒന്ന് ചുഴറ്റി പാർന്ന് കൊടുത്തിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേണ്ടി. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു എരുന്ത് കറി തന്നെയാണ്. നിങ്ങളൊക്കെ എരുന്ത് എന്ന് തന്നെയല്ലേ പറയാറ്, കടുക്ക എന്ന് പറയാറുണ്ടോ എനിക്കറിയില്ല. ഞങ്ങളിവിടെ എരുന്തിറച്ചി അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുക. അപ്പോൾ നമ്മൾ കറി ഒന്ന് തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മളെ കറിയൊക്കെ ഇതവിടെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്ക് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് രാവിലെ തന്നെയാണ്. ഇതിലേക്ക് ഞാനൊരു അപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉഴുന്നൊക്കെ ഇട്ടിട്ടുള്ള നല്ല ഉഴുന്ന് ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ മാവ് ഒഴിച്ചിട്ട് ഇതാ നന്നായി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മുരിഞ്ഞ ദോശയാണ് കേട്ടോ നമുക്ക് എപ്പോഴും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉഴുന്ന് ദോശ മുരിച്ചെടുക്കും കേട്ടോ. ഞാനിതാ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ബാക്കിയുള്ള ദോശയും ഞാനിതാ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ ചായക്കടിക്കും, ചപ്പാത്തിക്കും, പത്തിരിക്കും, ദോശക്കും, ഇഡ്ഡലിക്കും എല്ലാത്തിനും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ചിക്കൻ കറിയൊക്കെ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എരിവും പുളിയും ഒക്കെ പാകത്തിനായാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ചായ കുടിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും ബായ്.